ഇന്ന് ശാസ്ത്രം കണ്ടുപിടിക്കുന്ന ഓരോ കണ്ടുപിടുത്തമില്ല 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാന്റെ ഹബീബ് പറയാതെ പോയിട്ടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു പോയതാണ് സഹോദരങ്ങളെ ശാസ്ത്രം കണ്ടെത്തുന്നതെങ്കിൽ. അള്ളാന്റെ ഹബീബ് തന്റെ പ്രിയപ്പെട്ട സദീഖിനോട്, തന്റെ അനുചരനോട് പറയുകയാണ്, യാ ഗുലാ, കുഞ്ഞുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്, ഞാൻ നിനക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെ, അത് നീ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ. ഏതാണ് റസൂലുള്ള പറഞ്ഞു കൊടുത്തതെന്നറിയോ? ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഇഹ്ഫളില്ലാ, നീ അല്ലാഹനെ സൂക്ഷിക്കണേ പൊന്നുമോനെ, അല്ലാഹനെ ഭയപ്പെടണം പൊന്നുമോനെ, പടച്ചവനെ സൂക്ഷിക്കണം പൊന്നുമോനെ. എന്നാൽ യഹ്ഫളുക, അല്ലാഹു നിന്നെ സംരക്ഷിക്കുന്നതാ. അല്ലാഹു നിന്നെ എല്ലാ വിപത്തിൽ നിന്നും, ആപത്തിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്ന്, പ്രാരാബ്ധങ്ങളിൽ നിന്ന്, എല്ലാ അപകടങ്ങളിൽ നിന്നും നിന്നെ അല്ലാഹു പ്രൊട്ടക്ട് ചെയ്യുന്നതാ. ഹഫളത്തിന്റെ മാലാകമാരെ കൊണ്ട് അല്ലാഹു സംരക്ഷണ ഭിത്തി കെട്ടുന്നതാ. അല്ലാഹുവിന്റെ മാലാകമാര്, ഹഫളത്തിന്റെ മാലാകമാരെന്ന ഒരു വിഭാഗം മലായിക്കത്തുകളെ അല്ലാഹു പടച്ചിട്ടുണ്ട്. ആ മലായിക്കത്തുകളുടെ ഡ്യൂട്ടി തന്നെ എന്താണെന്നറിയോ? യഹ്ഫളൂനൽ മുഅ്മിനീന വൽ മുഅ്മിനാ, വിശ്വാസികളെയും വിശ്വാസിനികളെയും സംരക്ഷിക്കുന്ന ജോലിയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അർത്ഥശങ്കക്കിടയില്ലാതെ ഞാൻ പറയുകയാ, സർവശക്തനായ, സർവാധിപതിയായ, സർവഗുണ സമ്പൂർണനായ, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ, റബ്ബുൽ അലീമായ, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ആ പടച്ചവനെ ഞാനും നിങ്ങളും സൂക്ഷിച്ചാൽ, അവനെ ഞാനും നിങ്ങളും ഭയപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹു നമ്മളെ സംരക്ഷിക്കുന്നതാ. അല്ലാഹു നമ്മുടെ കാര്യം ഏറ്റെടുക്കുന്നതാ. ആരെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സങ്കടങ്ങൾ ഏൽപ്പിക്കേണ്ടത്? ആരെയാണ് സങ്കടങ്ങളെ ബോധിപ്പിക്കേണ്ടത്? ആരുടെ മുമ്പിലാണ് ദുഃഖത്തിന്റെ ഭാഗം കെട്ടിറക്കി വെക്കേണ്ടത്? അല്ലാഹുവിന്റെ മുമ്പിലാണ്, പടച്ചവന്റെ മുമ്പിലാ. അങ്ങനെ ഞാനും നിങ്ങളും അല്ലാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ ഭയപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, വാരിയല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരാളത്തിൽ പടച്ച തമ്പുരാൻ എന്ന പ്രേമത്തിന്റെ, ഇഷ്കിന്റെ, ഹുബിന്റെ ഒരു വലിയ പ്രതിഷ്ഠ ഞാനും നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ, നിന്നെ അല്ലാഹു സംരക്ഷിക്കുന്നതാ. അല്ലാഹുവിന്റെ സംരക്ഷണം വന്നു കഴിഞ്ഞാൽ തജ്ദുഹു തിജാഹക, അവനെ നിന്റെ കൺമുമ്പിൽ എത്തിക്കാൻ നിനക്ക് കഴിയുന്നതാ. അല്ലാഹു നമ്മുടെ കൺമുമ്പിൽ വരും. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങ് മദീനത്ത് മാത്രമാണോ പടച്ചവന് വരുന്നത്? അങ്ങ് പരിശുദ്ധ മക്കയിൽ മാത്രമാണോ അല്ല വരുന്നത്? ബദറിൽ മാത്രമല്ല അല്ല വരുന്നത്, ഉഹദിൽ മാത്രമല്ല, ഖൈബറിൽ മാത്രമല്ല, യർമൂക്കിൽ മാത്രമല്ല. അല്ലാഹു വരുന്നത് ഹുദൈബിയയിൽ മാത്രമല്ല, ഖന്തക്കിൽ മാത്രമല്ല. അല്ലാഹു ഇന്ത്യ രാജ്യത്തിന്റെ കേരള സംസ്ഥാനത്തില് കൊല്ലം ജില്ലയുടെ ഹൃദയഭാഗമായ കരുനാഗപ്പള്ളി എന്ന പ്രദേശത്തിന്റെ താച്ചയിൽ ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഒറ്റപ്പെട്ട പ്രദേശത്തും അല്ലാഹു വരുന്നതാണ്. ഇവിടത്തെ ആണിന്റെ മുമ്പിലും അല്ല വരുന്നതാ, ഇവിടത്തെ പെണ്ണിന്റെ മുമ്പിലും അല്ല വരുന്നതാ, ഇവിടത്തെ പണക്കാരന്റെ മുമ്പിലും അല്ല വരുന്നതാ, ഇവിടത്തെ പാവപ്പെട്ടവന്റെ മുമ്പിലും അല്ല വരുന്നതാ, ഇവിടത്തെ പണ്ഡിതന്റെ മുമ്പിലും അല്ല വരുന്നതാ, ഇവിടത്തെ പാമരന്റെ മുമ്പിലും അല്ല വരുന്നതാ, ഇവിടത്തെ കുബേരന്റെ, കുചേലന്റെ, അടിമയുടെ, ഉടമയുടെ, തൊഴിലാളിയുടെ, മുതലാളിയുടെ, കറുത്തവന്റെ, വെളുത്തവന്റെ എല്ലാവരുടെ മുമ്പിലും അല്ലാഹു വരുമെന്നല്ലേ. എപ്പോഴാണ് അല്ല വരുന്നത്? എങ്ങനാണ് കൺവെട്ടത്തല്ലാനെ കാണാൻ കഴിയുക? ഇന്നേവരെ കാണാൻ കഴിയാത്ത അല്ലാ, ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത അല്ലാ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ, നമ്മുടെ മുമ്പിൽ സഹായവുമായി മുന്നിലെത്താൻ അല്ലാഹുവിന്റെ ഹബീബ് ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തതെന്തെന്നറിയോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറയുകയാ, സാമ്പത്തികമായ പ്രതിസന്ധിയിലാണോ, ശാരീരികമായ ദുർബലതയിലാണോ, മാനസികമായി വിഭ്രാന്തിയിലാണോ, ഏതു ഭാഗത്ത് എങ്ങനെയെല്ലാ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ
യഹ്ഫളക തജിദുഹു തിജാഹക. പൊന്നുമോനെ ഇബ്നു അബ്ബാസ്, അല്ലാഹു നിന്റെ കൺമുമ്പിൽ വരുമെടാ എന്ന് പറഞ്ഞു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് പറയുമ്പോ ആരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? അല്ലാഹുവിനെയാ. എല്ലാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് പടച്ചവനെയാണ്. അവൻ നമ്മളെ സംരക്ഷിച്ചോളാം എന്നല്ലേ പറഞ്ഞത്? ഇന്ന് നമ്മളെ ആരൊക്കെയോ സംരക്ഷിക്കുമെന്ന് കരുതിയിട്ട് ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഞാനും നിങ്ങളും ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാ. എന്റെയും നിങ്ങളുടെ ഈ കാര്യം മുഴുവനും ആരുടെയൊക്കെയോ മുമ്പിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കുകയാ. ഇല്ല മുസ്ലിം ചെറുപ്പക്കാരാ, ഇല്ല പ്രിയപ്പെട്ട പെങ്ങളെ, അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കറിയോ, സംരക്ഷിക്കാൻ അല്ലാഹു നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോ ആരോടാണ് നമ്മുടെ സങ്കടങ്ങൾ തുറന്നു പറയേണ്ടത്? ആരോടാണ് നമ്മുടെ വേദനകൾ പങ്കുവെക്കേണ്ടത്? നിങ്ങൾക്കറിയോ, മദീനത്തുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാണ്, യാ അലി. അലിയാരെ തങ്ങളെ വിളിക്കുകയാ. യാ മിഖ്ദാദ്, മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ. യാ അബ്ബാസ്, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാ. ഈ മൂന്ന് പേരെയും വിളിച്ചിട്ട് അല്ലാഹുവിന്റെ സുബൈർ റളിയല്ലാഹു അൻഹുവിനെയോ മഹാനായ അലി തങ്ങളെയും മിഖ്ദാദ് തങ്ങളെയും സുബൈർ തങ്ങളെയും വിളിക്കുകയാ. ഈ മൂന്ന് പേരെയും വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? അലിയേ, സുബൈറേ, മിഖ്ദാദേ, മക്കയുടെ യാത്ര ചെയ്യുന്ന വഴിയോരത്ത്, മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുന്ന വഴിയിൽ റൗലത്ത് ഖാഹ് എന്ന് പേരുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന്റെ പേര് റൗലത്ത് ഖാഹ് എന്ന. ആ റൗലത്ത് ഖാഹ് എന്ന് പറയുന്ന സ്ഥലത്തൊരു ഒട്ടകമുണ്ട്. ആ ഒട്ടകത്തിന്റെ മുകളിൽ ഒട്ടകക്കട്ടിലുണ്ട്. ആ ഒട്ടകക്കട്ടിലിൽ സാറ എന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തിരിപ്പുണ്ട്. അലിയേ, മിഖ്ദാദേ, സുബൈറേ, പെട്ടെന്ന് അതിനെടുത്തു കൊണ്ടുവരുവോ? അങ്ങനെ സുബൈർ തങ്ങളും മിഖ്ദാദ് തങ്ങളും അലി തങ്ങളും കൂടി ഒട്ടകപ്പുറത്ത് കയറുകയാ. എവിടെയാണ് ലക്ഷ്യമെന്നറിയോ? റൗലത്ത് ഖാഹില് പോകണോ. അവിടെ ഇരിക്കുന്ന ഒട്ടകക്കെട്ടിലിരിക്കുന്ന സാറ എന്ന പെണ്ണിനെ കാണണോ. അവളെ കയ്യിരിക്കുന്ന കത്ത് വാങ്ങണമെന്ന ചിന്തയോടെ അലി തങ്ങളുടെ നേതൃത്വത്തിൽ സുബൈർ തങ്ങളും മിഖ്ദാദ് തങ്ങളും യാത്ര ചെയ്യുകയാ. ഇമാം സ്വഹീഹുൽ ബുഖാരിയിലെ മഹാനായ മുഹമ്മദ് ബിൻ ഇസ്മാഈൽ ബുഖാരി റളിയല്ലാഹു തആല അൻഹു തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ ഈ സംഭവം കൊടുത്തിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്ന് പേരും ഓടി അവിടെ എത്തുമ്പോ റൗലത്ത് ഖാഹ് എന്ന സ്ഥലത്ത് ഒട്ടകം നിൽക്കുകയാ. ഒട്ടകത്തിന്റെ പുറത്ത് ഒട്ടകക്കെട്ടിലിരിക്കുകയാ. അതിനകത്തിരിക്കുന്ന സാറ എന്ന പെണ്ണിനെ കണ്ടു. അലി തങ്ങൾ ചാടി ഇറങ്ങിയിട്ട് ചോദിച്ചു, സാറാ, നിന്റെ കയ്യിലിരിക്കുന്ന കത്തിങ് തരുവോ എന്ന് ചോദിക്കുമ്പോ സാറ പറഞ്ഞു, എന്റെ കയ്യിലെ കത്തൊന്നുമില്ല. അലി തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഈ പെണ്ണേ, നിന്റെ കയ്യിലെ കത്തുണ്ടെന്ന് പറഞ്ഞത് എന്റെ ഹബീബ, കള്ളം പറയാത്ത ഹബീബ, ഇന്നേ വരെ തമാശയ്ക്ക് പോലും സത്യത്തിന്റെ ലാഞ്ചന അതരങ്ങളിൽ നിന്ന് തടർന്നു വീണിട്ടില്ലാത്ത എന്റെ ആമിനാട പൊന്നുമോനാ പറഞ്ഞത്. നിന്റെ കയ്യിലെ കത്തുണ്ടാകും, തീർച്ചയിൽ തീർച്ച കത്തിങ് തരാൻ പറഞ്ഞു. അവൾ ആണയിട്ട് പറഞ്ഞു, കത്തില്ല. ആ സമയത്ത് അലിയാര് തങ്ങൾ പറഞ്ഞു, വല്ലാഹി നിന്റെ തുണി അഴിച്ചിട്ടാണേലും ഞാൻ കത്തെടുക്കും, അതിൽ സംശയമില്ല. ഒരു പെണ്ണിനെ വസ്ത്രാഭിഷേകം നടത്തുമെന്ന് പറഞ്ഞപ്പോ അവൾ പെട്ടെന്ന് മുടിക്കെട്ടിന്റെ ഇടയിൽ നിന്ന് കത്തെടുത്തു കൊടുക്കുകയാ. ആ കത്ത് വാങ്ങിയിട്ടില്ല. ഹളറത്തി റസൂലില്ല, കാരുണ്യത്തിന്റെ തിരുദൂതരുടെ മദീന എന്ന കൊട്ടാരത്തിന്റെ മുമ്പിൽ ഒട്ടകത്തിൽ നിന്നിറങ്ങുകയാ. വന്നിട്ട് നബിതങ്ങളുടെ കൈവശമാ കത്ത് കൊടുത്തു. ആ കത്ത് നിവർത്തി വായിച്ചിട്ട് നബിതങ്ങൾ ചോദിക്കുകയാണ്, ഐന ഹാത്തിബ് ബിൻ അബീ ബൽതഅ, ഐന ഹാത്തിബ് ബിൻ അബീ ബൽതഅ, എവിടെ ഹാത്തിബ് ബിൻ അബീ ബൽതഅ എന്ന് പറയുന്ന സഹാബി എവിടെയെന്ന് ചോദിക്കുകയാ. എല്ലാ ഭാഗത്തു നിന്ന് തേനീച്ച പോലെ ആളുകൾ കൂടാൻ തുടങ്ങി. ഹാത്തിബ് ബിൻ അബീ ബൽതഅ എന്ന സഹാബിയെ അന്വേഷിക്കുന്നതെന്തിനാ? ഹാത്തിബ് റസൂലുള്ളാഹിന്റെ മുമ്പിൽ എത്തിയിട്ട് പേടിച്ച് ഭയവിഹുലനായി, സംഭീതനായി, പരിഭ്രമചിത്തനായി, വിഷാദ വിഷണ്ണനായി, വ്യാകുല വിഹുലനായി റസൂലുള്ളാഹിന്റെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഏ ഹാത്തിബേ, എന്തിനാ നീ പണി ചെയ്തത്? ഹാത്തിബേ, എന്തിനാ നീ പണി ചെയ്തത്? ആ സമയത്തെ ഹാത്തിബ് എന്താ പറഞ്ഞതെന്നറിയോ?
നബിയെ തെറ്റുപറ്റിപ്പോയി, നബിയെ തെറ്റുപറ്റിപ്പോയി. എന്താ സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഉണ്ടായതെന്താ, എന്താ സംഭവിച്ചതെന്നറിയോ? മക്കയിലെ മുശ്രിക്കീങ്ങളോട്, മക്കയിലെ ഫാസിസ്റ്റുകളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനത്തെ ചില നീക്കങ്ങളെ സംബന്ധിച്ച് ചാരപ്പണി നടത്തിയിരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനത്തിന്റെ ജീവിതത്തിന്റെ ചില രഹസ്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സഹാബാക്കളിലുള്ള ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന സഹാബി മക്കയിലുള്ള മുശ്രിക്കീങ്ങൾക്ക് ഒറ്റുകൊടുത്തിരിക്കുകയാ. അങ്ങനെ സാറ എന്ന പെണ്ണിന്റെ കൈവശം കത്തുകൊടുത്തും മക്കക്കാർക്ക് വിവരം ചോർന്നു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങളാ പെണ്ണിന്റെ കയ്യിൽ നിന്ന് കത്ത് പിടിച്ചു വാങ്ങണമെന്ന്. അങ്ങനാണ് കത്തലിയാരങ്ങളെ കൊണ്ടുവന്നത്. ഇതറിഞ്ഞപ്പോ ധീരനായ ഉമറിന്റെ ശരീരം വിറയ്ക്കുകയാ. ഉമർ റളിയല്ലാഹു അൻഹു ഉറയിൽ നിന്ന് വാള് വലിച്ചൂരിയിട്ട്, യാ റസൂലല്ലാഹ്, അവനെ ഞാൻ കൊല്ലട്ടെ നബിയേ എന്ന് ചോദിച്ച് നബി തങ്ങളുടെ മുമ്പിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏ ഉമറേ, ഹാത്തിബ് ആരെന്നറിയോ? ഹാത്തിബ് ബദരിയാണ്, പരിശുദ്ധമായ ബദർ യുദ്ധത്തിൽ പങ്കാളിയായ സഹാബിയാണ്. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തവരല്ലേ ബദരീങ്ങൾ. ഹുമുർ റിജാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ഹിരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ. നിങ്ങൾ എന്തു വേണോ ചെയ്തോ, നിങ്ങളുടെ മുഴുവൻ പാപങ്ങളെ ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ ബദരീകളോട് അല്ലാഹു അറിയിച്ചതല്ലേ. അതുകൊണ്ട് ഉമറേ, ഹാത്തിബ് ബദരിയാണ്, അതുകൊണ്ട് തൊടാൻ നിനക്ക് അവകാശമില്ല. ആ സമയത്ത് നബി തങ്ങളെ ഹാത്തിബിനോട് ചോദിച്ചു, ഹാത്തിബേ, നീ എന്തിനാണ് ഈ ചാരപ്പണി നടത്തിയത്? ആ സമയത്ത് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ എന്ന സഹാബി വന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, വമാ ഫഅൽതു ദാലിക കുഫ്റൻ വലർതിദാദാ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഉദ്ദേശത്തോടെയോ അവിശ്വാസം ഹൃദയത്തിൽ വെച്ചിട്ടോ ഞാൻ അങ്ങനെ ചെയ്തതല്ല. എന്തിനാണ് നീ അങ്ങനെ ചെയ്തതെന്ന് പറയാൻ റസൂലുള്ള പറഞ്ഞപ്പോ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബിയെ, മക്കയിൽ നിന്ന് അങ്ങയോടൊപ്പം മദീനത്ത് പലായനം ചെയ്ത് വന്നവരാ ഞങ്ങൾ. മദീനയിലേക്ക് പലായനം ചെയ്ത് ഞങ്ങൾ വന്നവരാ. മക്കയിലാണ് എന്റെ കുടുംബമുള്ളത്, മക്കയിലാണ് എന്റെ സ്വത്തുള്ളത്. മദീനയിലേക്ക് വന്ന മുഹാജിരീങ്ങൾക്ക് എല്ലാം അങ്ങനെ തന്നെയാ. പക്ഷേ മദീനയിലേക്ക് വന്ന മക്കക്കാരായ മുഹാജിരീങ്ങൾക്ക് അവിടെ കൂട്ടുകാരുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്. ഈ പാവം അബൂ ബൽതഅയ്ക്ക് ആരുമില്ല നബിയേ. എന്റെ സ്വത്തെല്ലാം മക്കയിലാണ്. ഇവിടെ വരുന്ന മുഴുവൻ മുഹാജിരീങ്ങളുടെയും സ്വത്ത് സംരക്ഷിക്കാൻ അവരുടെ ബന്ധുക്കളും മക്കയിലുണ്ട്. അങ്ങയോടൊപ്പം അവർ മദീനത്ത് താമസിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ അവിടെ സമ്പത്ത് കാക്കാനും സംരക്ഷിക്കാനും എല്ലാ നിലയിലും അവർക്ക് സംരക്ഷണം നൽകാൻ മക്കക്കാരായ ബന്ധുക്കളുണ്ട്. ഈ പാവപ്പെട്ട ഹാത്തിബിന് ആരുമില്ല നബിയേ. എന്റെ സമ്പത്ത് അന്ത്യാനീനപ്പെട്ടു പോകാതിരിക്കാൻ, എന്റെ സമ്പത്ത് നശിച്ചു പോകാതിരിക്കാൻ അവിടുത്തെ മക്കക്കാർക്ക് ഞാൻ അങ്ങയെ പറ്റിയുള്ള വിവരം കൊടുത്താൽ അവർക്ക് എന്നോട് സ്നേഹം വരുമല്ലോ. സമുദായത്തെ ഒറ്റുകൊടുത്തപ്പോൾ അവർക്ക് ഞങ്ങളോട് സ്നേഹം വരുമല്ലോ. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. മുർത്തദ്ദാകാനും കാഫിറാകാനും വേണ്ടിയിട്ടല്ല, എന്റെ സ്വത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ സമുദായത്തെ ഒറ്റുകൊടുത്തതാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ബദരിയായത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുത്തതാ. മാനുഷികമായ തെറ്റുകൾ സംഭവിച്ചു പോയതാ. അല്ലാഹുവിന്റെ ഹബീബ് ഉമറിനോട് പറഞ്ഞു, ഉമറേ, തൊട്ടുപോകരുതെന്ന് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തിറങ്ങുകയാ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തഖിറൂ അദുവീ വഅദുവകും ഔലിയാ. ഈമാനുള്ളവരെ, നിങ്ങളുടെയും എന്റെയും ശത്രുക്കളെ ഒരിക്കലും നിങ്ങൾ സംരക്ഷകരാക്കല്ലേ, മിത്രമാക്കല്ലേ. എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങളുടെ സ്വത്തിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കല്ലേ. എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങളുടെ ജീവന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കല്ലേ. ഈ ആയത്തിറങ്ങുന്നത് ആ സമയത്താ. എന്റെ പ്രിയമുള്ളവരോട് ഞാനിതെന്തിനാ പറഞ്ഞതെന്നറിയോ? നമ്മുടെ സ്വത്ത് സംരക്ഷിക്കാൻ ഏതെങ്കിലും വരുന്ന പടച്ചവന്റെ ശത്രുക്കളോട് ചേർന്ന്
നിൽക്കാൻ നമുക്ക് കഴിയില്ല. അത് പേര് ചിലപ്പോ അബ്ദുള്ള എന്നാകാം, ചിലപ്പോൾ അബ്ദുറഹ്മാൻ എന്നാകാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും പേരാകാം. പക്ഷേ ഒന്നോർത്തോ, അള്ളാഹു നമുക്ക് തന്ന സൗഭാഗ്യ സമ്പത്തായാലും സന്താനങ്ങളായാലും ജീവനായാലും അതിന്റെ സംരക്ഷണം മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോ അള്ളാന്റെ ശത്രുക്കളെ ഏൽപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നിനക്ക് അള്ളാനെ മുന്നിലെത്തിക്കാൻ കഴിയുമല്ലോ. ഏത് രീതിയിലാണ്? നീ അള്ളാനെ സൂക്ഷിച്ച് അവനെയെല്ലാം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ സംരക്ഷിച്ചു കൊള്ളുമെന്ന്. ആ സംരക്ഷണം അള്ളാഹു നിന്റെ തൊട്ടു മുമ്പിൽ വന്ന് നിന്റെ കാര്യങ്ങളൊക്കെ പരിഹരിക്കുകയും ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. എന്തിനാ സഹോദരങ്ങളെ നമ്മൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? നമ്മുടെ ജീവന് ഭീഷണിയാകുന്ന ഒരു വിഭാഗത്തെ, നമ്മുടെ സ്വത്ത്, നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ പള്ളികൾ, നമ്മുടെ സംരക്ഷണത്തിന്റെ ഏത് മേഖലകളുണ്ടോ അതിനൊക്കെ ത്വരങ്കം വെക്കുന്ന ഒരു സമുദായത്തോട്, ഒരു സമൂഹത്തോട് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല. അള്ളാഹുവിനെ നമുക്ക് നമ്മുടെ കൺമുമ്പിൽ എത്തിക്കാൻ കഴിയും. എന്തു വേണം? നമ്മൾ അള്ളാഹിനെ സൂക്ഷിച്ചാൽ മതി. നമ്മൾ പടച്ചവനെ സൂക്ഷിക്കാതെ വന്നപ്പോ അള്ളാഹു അവന്റെ അടിമകളെ കൊണ്ട് നമ്മളെ അള്ളാഹു പരിശോധിക്കുകയാണ്. അപ്പൊ നമ്മൾ അള്ളാഹിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടു മുമ്പിൽ അള്ളാഹു ഉണ്ടാവും. അള്ളാഹു ആ തൗഫീക്ക് തരട്ടെ, ആ ഭാഗ്യം അള്ളാഹു തരട്ടെ. 2 മർഹല അപ്പുറമാണ്. കസറിന്റെ വഴുതൂര അപ്പുറത്തിരുന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ അത് സദസ്സിന് വല്ലാതെ ദോഷം ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇൻഷാ അല്ലാഹ് 2 മണിക്കൂറിന്റെ ഉള്ളിൽ, എപ്പോ ഇനി മുതലല്ല, തുടങ്ങിയ സമയം മുതൽ 2 മണിക്കൂറിന്റെ ഉള്ളിൽ ഇൻഷാ അല്ലാഹ് തഴവാ ഉസ്താദൊക്കെ പ്രസംഗിച്ച് ഈ സമുദായത്തിന് ദിശാബോധം നൽകിയത് 2 മണിക്കൂറാണ്. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അതുവഴി പോകുമ്പോഴൊക്കെ മഹാനുഭാവന് ഫാത്തിഹ ഓതാതെ ഏതൊരു മുസ്ലിമാ പോവുക? നിങ്ങളൊക്കെ ഒരു നിലക്ക് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു വലിയ അദ്ദേഹത്തിന്റെ ഖബർ ഉണ്ടാവും ഈ കരുനാഗപ്പള്ളി. അതുകൊണ്ട് തന്നെ നിങ്ങൾ മതത്തിന്റെ വിഷയത്തിലൊക്കെ മുമ്പന്തിയിലാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. വിഷമമൊന്നും തോന്നൂലല്ലോ ഒരു കാര്യം പറഞ്ഞല്ലോ. കഴിഞ്ഞ പുതുവർഷ പുലരിയിൽ കലാഭവൻ മനയുടെ ചാലക്കുടി 2ാം സ്ഥാനവും കരുനാഗപ്പള്ളി 1ാം സ്ഥാനവുമായിരുന്നു. അതേത് വിഷയത്തില്? വാട്ടീസ് അല്ലേ? അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. അത് നമ്മളാവണമെന്നില്ല. ഈക്വലായിട്ട് കഴിയുന്ന നാടാണ്. അപ്പൊ വേറെയുള്ള ആളുകളായിരിക്കാം, പോട്ടെ, നമ്മുടെ ചർച്ചാ വിഷയമല്ല. ദീനിന്റെ വിഷയത്തിൽ അൽഹംദുലില്ലാഹ് നിങ്ങൾ മുൻപന്തിയിലാണ്. അള്ളാഹു അത് മരിക്കുന്നത് വരെ നമുക്കും പരമ്പരയ്ക്ക് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ സങ്കടം അള്ളാഹിനടുത്ത് പറ. ഞാൻ ഈ പറയുന്നത് ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഞാൻ പ്രസംഗിക്കുന്നു എന്നാരും കരുതരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പറയുന്നത് എന്താണെന്ന് വ്യക്തമായി അല്പം കൂടി പോസ്റ്റ്മോർട്ടം ചെയ്ത് തലനാരിഴക്ക് കീറി മുറിച്ച് ഞാൻ പറഞ്ഞാൽ നമ്മുടെ കാര്യം, നമ്മുടെ ശരീഅത്തിന്റെ ആരോഗ്യ റബ്ബിനങ്ങ് ഏൽപ്പിച്ചാൽ മതി. അല്ലേ? എന്റെ സഹോദരങ്ങളെ, മുസ്ലിം അല്ലാത്ത എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ അന്ന് നബിതങ്ങളുടെ ബഅസത്തും നുബുവത്തും റിസാലത്തും ഒന്നും കിട്ടുന്നതിന് മുമ്പ് അബ്ദുൽ മുത്തലിബിന് 100 ഒട്ടകം പിടിച്ചു വാങ്ങിയിട്ട് അബ്രഹത്ത് കഅബ പൊളിക്കാൻ വേണ്ടി വരുമ്പോ നബിതങ്ങളുടെ പ്രിയപ്പെട്ട മൂത്താപ്പ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് നേരെ ചെന്നിട്ട് ചോദിച്ചെന്താന്നറിയോ? ഏയ്, എന്റെ ഒട്ടകങ്ങൾ അങ്ങ് തരാനാണ്, എന്റെ ഒട്ടകങ്ങൾ നിങ്ങൾ അങ്ങ് തരാനാ പറഞ്ഞത്. അപ്പൊ ചോദിച്ചു, ഏയ്, ഒട്ടകങ്ങളെ പിടിച്ചു പറിച്ച് അതുപോലെ തന്നെ കഅബ പൊളിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു. കഅബയുടെ കാര്യമല്ലേ ചോദിക്കേണ്ടത്, ഒട്ടകത്തിന്റെ കാര്യമാണോ? അപ്പൊ എന്താ അബ്ദുൽ മുത്തലിബ് പറഞ്ഞെന്നറിയോ? ഒട്ടകം എന്റേതാണ്, കഅബ പടച്ചോന്റേതാണ്. എന്റെ ഒട്ടകം ഞാൻ നോക്കിക്കോളാം, കഅബ അല്ലാഹ് നോക്കിക്കോട്ടെ. നമ്മുടെ ശരീഅത്തിനെ ഏത് രീതിയിൽ കാർന്ന് തിന്നാൻ വേണ്ടി വരുന്ന ഇവിടത്തെ ഏത് ഹിംസ്ര ജന്തുക്കളായിരുന്നാലും അലല്ലാഹ് പടച്ചവൻ നോക്കും. അവന്റെ സംരക്ഷണം, അവന്റെ ദീനിന്റെ ഉത്തരവാദിത്വം അവൻ ഏറ്റെടുത്തതല്ലേ. നമ്മളെന്തിനാ സങ്കടപ്പെടുക? നമ്മളെന്തിനു വിഷമിക്കണം? എന്റെ സഹോദരങ്ങളെ, ഒരിക്കലും. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഇന്നലെ വരെയും ബിസ്മി ചൊല്ലിയിട്ട് പ്രസംഗം ആരംഭിച്ചിരുന്ന, ഇടയ്ക്ക് സലാം പറഞ്ഞു പോയിരുന്ന, കൃത്യമായി പള്ളികൾ ഈത്തിക്കാഫിന് വന്നിരുന്ന ഏതോ ഒരു കുട്ടി, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ സമാപനം വന്ദേ മാതരം വിളിച്ചുകൊണ്ടാണ്. ഞാൻ ആരുടെ രാഷ്ട്രീയം പറയുന്നതല്ല, ഞാൻ പറയുന്നത് നമുക്ക് നന്നാകാൻ വേണ്ടിയാണ്, എനിക്ക് നന്നാകാൻ വേണ്ടിയാണ്. ഇന്നലെ വരെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പ്രസംഗം ആരംഭിച്ചിരുന്നയാള് ഇപ്പോ വേറെ ഏതൊക്കെയോ വാചകങ്ങൾ ചൊല്ലിക്കിട്ടൊരു മനുഷ്യന്റെ ഹിദായത്ത് പടച്ചോൻ ഊരുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
അതെന്തുകൊണ്ടാണ്? തന്റെ സംരക്ഷണം മുഴുവനും മുസ്ലിം സമുദായത്തിന്റെ ഹോൾസെയിൽ ശത്രുക്കളെ ഏൽപ്പിച്ചിട്ട് പറയാണ് എന്റെ ഉത്തരവാദിത്വം ഇനി അവരെ നോക്കിക്കോളുമെന്ന്. എന്തിനാണ്? നീ പടച്ചവനെ ഏൽപ്പിച്ചോ, അവൻ നിന്റെ കൺവെട്ടത്ത് വരും, എല്ലാം അല്ലാഹു തആല സംരക്ഷിക്കും. അല്ലാഹു ആ ഒരു അവസ്ഥയിൽ നമുക്ക് എത്തിച്ചേരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പേര് അബ്ദുല്ലാന്നോ അബ്ദുറഹ്മാനെന്നോ അല്ലെങ്കിൽ നവാസ് എന്നോ ആയിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ പ്രവർത്തനം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമായില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പാളിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പടച്ചവൻ നമ്മുടെ കൺമുമ്പിൽ എത്തിക്കാൻ കഴിയും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മൾ ആരെയും നമ്മുടെ കാര്യം ഏൽപ്പിക്കണ്ട, റബ്ബിനെ ഏൽപ്പിച്ചോളി. എല്ലാ സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരും. വിശദീകരിക്കാൻ സമയമില്ല. അല്ലെങ്കിലും കൊലപാതകികൾ, ഘാതകർ പറയുന്നത് ഞങ്ങൾ നല്ലവരെന്നാണ്, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്നാണ്. മുസ്ലിം പെണ്ണ് പന്നി പ്രസവിക്കും പോലെ പ്രസവിക്കുന്നു എന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴാണ് ഇവിടുത്തെ മുസ്ലിം പെണ്ണിന്റെ കണ്ണുനീര് ഞങ്ങൾക്ക് കൂടി ബാധകമാണെന്ന് പറഞ്ഞിട്ട് മുത്തലാഖിനെതിരെ ബില്ല് കൊണ്ടുവരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മുത്തലാഖ് ഇവിടുത്തെ പെൺകുട്ടികൾ, മുസ്ലിം പെണ്ണുങ്ങൾ കരയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് കണ്ണുനീര് കവിൾത്തടപ്പിൽ നിന്ന് ഒലിച്ചിറങ്ങുമ്പോൾ തുടച്ചു കൊടുക്കുന്നവർ, മറുഭാഗത്ത് മുസ്ലിം പെണ്ണുങ്ങൾ, മലപ്പുറത്തെ മുസ്ലിം പെണ്ണുങ്ങൾ പന്നി പ്രസവിക്കും പോലെ പെറ്റുകൂട്ടുന്നു എന്ന് പറഞ്ഞ ഒരാളിനെ അരമണിക്കൂർ അവനെ ഒന്ന് കയ്യാമം വെച്ച് ഏതെങ്കിലും ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു ഇരുമ്പ് കസേരയിൽ കൊണ്ടിരുത്താൻ ചങ്കൂട്ടമുള്ള ഒറ്റ ഒരുത്തൻ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്റെ സഹോദരങ്ങളെ. ഇന്ത്യ രാജ്യത്ത് നമ്മുടെ കാര്യം ആരെയും നമ്മൾ ഏൽപ്പിക്കണ്ട. ഒരു പെണ്ണുങ്ങളുടെ കാര്യം, മുസ്ലിം പെണ്ണുങ്ങളുടെ കാര്യം അവരുടെ കെട്ടിയന്മാരെ നോക്കിക്കൊള്ളും, അവരുടെ വാപ്പമാരെ നോക്കിക്കൊള്ളും, അവരുടെ മക്കളെ നോക്കിക്കൊള്ളും, അവരുടെ സഹോദരങ്ങളെ നോക്കിക്കൊള്ളും. രാജ്യം ഭരിക്കുന്നവർ മുസ്ലിം പെണ്ണിന്റെ കണ്ണീരിന്റെ കാര്യം നോക്കണ്ട. അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താ വേണ്ടത്? മുസ്ലിം പെണ്ണുങ്ങളെ ആക്ഷേപിച്ച ആളുകൾക്കെതിരെ നിങ്ങൾ നിയമ നടപടി എടുക്കലാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഘാതകര് പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ നല്ലവരെന്നാ പറയുന്നത്. 1930-കളിൽ 1931 കൃത്യമായി പറഞ്ഞാൽ ന്യൂയോർക്കിൽ ഒരു വലിയ റൗഡി ഉണ്ടായിരുന്നു. സാധാരണ ഈ റൗഡികളുടെ പേര് അങ്ങനെയുള്ള കടാര വാസു, അതുപോലെ തന്നെ വാള് രഘു, ഇങ്ങനെയൊക്കെയാണല്ലോ പേര്. ഏതെങ്കിലുമൊക്കെ പേരാണ്. ഈ ന്യൂയോർക്കില് 1931 ഏറ്റവും വലിയൊരു ഘാതകൻ ഉണ്ടായിരുന്നു. പോലീസുകാരെയാണ് കൂടുതൽ കൊന്നത്. വാഹനം പാർക്ക് ചെയ്തപ്പോ ഒരു പോലീസുകാരൻ ന്യൂയോർക്കിൽ വന്നിട്ട് ചോദിച്ചു, നിന്റെ ലൈസൻസ് എടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് പോക്കറ്റിരുന്ന തോക്കെടുത്തിട്ട് പോലീസുകാരനെ വെടിവെച്ചു കൊന്നു. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെന്ന് ഏതെങ്കിലും ഒരു പോലീസുകാരൻ കൈ കാണിച്ചു നിർത്തിയിട്ട് അവന്റെ ബയോഡാറ്റ പരിശോധിക്കുമ്പോ അതിന് മറുപടി കൊടുക്കുന്ന തോക്കെടുത്ത് വെടിവെച്ചു കൊല്ലലാണ്. അത്രയും ക്രിമിനലായ ഇരട്ടത്തോക്ക് ക്രൗലി എന്ന് പറയുന്ന ന്യൂയോർക്കിലെ 1931 ജീവിച്ചിരുന്ന ഒരു വലിയ ഒരു റൗഡി. അയാളെ ഇരട്ട പേര് ഇരട്ടത്തോക്ക് ക്രൗലി എന്നാണ്. സാധാരണ അങ്ങനെയാണല്ലോ അങ്ങനെയുള്ള പേര്, അല്ലേ? അങ്ങനെയുള്ള പേരുകൾ ഇട്ടുകൊണ്ടാണ് മുസ്ലിം സമുദായത്തെ ഇപ്പോഴും പ്രതികൂട്ടിലാക്കിയിരിക്കുന്നത്. ഏതായിരുന്നാലും ഇരട്ടത്തോക്ക് ക്രൗലി എന്ന് പറയുന്ന ഇയാള് ഒരു ദിവസം അയാളെ പോലീസ് പിടിക്കാൻ തീരുമാനിച്ചു. ഇയാള് ഒളിച്ചു താമസിക്കുന്ന ഒളി സങ്കേതത്തിൽ വന്ന് അതിന്റെ പുറത്തുള്ള മുഴുവൻ ക്വാർട്ടേഴ്സുകളിലും യന്ത്രത്തോക്ക് ഘടിപ്പിച്ചു. ആരും വെടിവെക്കേണ്ട, തനിയെ വെടിയുതിർന്നോളൂ. അങ്ങനെ യന്ത്രത്തോക്ക് ഘടിപ്പിച്ച് ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റില് കണ്ണീർ വാതകം അത് പുകച്ച് ഇയാളെ ചാടിച്ചു. അങ്ങനെ പോലീസ് പിടികൂടി. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയപ്പോ പ്രതിക്കൂട്ടിൽ കയറി നിന്നിട്ട് ഇയാള് ജഡ്ജിയോട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയാണ്, അനവധി പോലീസുകാരെ വെടിവെച്ച് കൊന്നവനാണ്, നാട്ടിലെ ഏറ്റവും പ്രശസ്തനായ ഘാതകനാണ്. ഇയാൾ അവിടെ നിന്നുകൊണ്ട് കോടതിയുടെ ജഡ്ജിയോട് പറഞ്ഞത്, ആരും മനസ്സിലാക്കാത്ത, കാരുണ്യം പറ്റാത്ത ഒരു ഹൃദയം എനിക്കുമുണ്ട് എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. രസകരമായിട്ടല്ല നമുക്കിത് കേൾക്കാൻ കഴിയില്ല. കണ്ണി കാണുന്നവനെയൊക്കെ കൊന്നൊടുക്കുന്നവൻ പറയാണ്, എനിക്ക് ഇപ്പോഴും മരിക്കാത്തൊരു ഹൃദയമുണ്ട് എന്ന്. ഇങ്ങനെയല്ലേ പല ആളുകളും നാടിന്റെ നാനാഭാഗങ്ങളിലും മൃഗത്തിന്റെയും ചാണകത്തിന്റെയും പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുമ്പോ മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നമല്ല ഇത്. അങ്ങനെ തല്ലിക്കൊല്ലുമ്പോഴും പറയുന്നത് നിങ്ങളുടെയൊക്കെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുക്കാം. അപ്പൊ ചില ആളുകൾ പറയാണ്, എന്നാൽ ഞാൻ നിങ്ങൾക്ക് എന്റെ മസ്തിഷ്കം പണയം വെച്ചിരിക്കുകയാണ്. അവരുടെ വേദികളിൽ പ്രസംഗിക്കുക, മുസ്ലിം സമുദായത്തെ ഒറ്റുകൊടുക്കുക. ഇങ്ങനെ മാനുഷികമായ ഒരു തെറ്റുപറ്റിയ ഒരു സഹാബിയെ കൊല്ലാൻ ഉമർ തങ്ങൾ വാളെടുത്തപ്പോൾ ബദരിയാണ് എന്ന ഒറ്റ കാരണത്തിന്റെ പേരിലാണ് അല്ലാഹു തആല ഹബീബിന്റെ നാവിലൂടെ പറഞ്ഞു, കൊല്ലരുത്, ബദരിയാണ്.
അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ ഭാഗം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോ, ഒരു വിഷമം വരുമ്പോ എല്ലാ പടച്ചവനെ നമ്മൾ ഏൽപ്പിച്ചു കഴിഞ്ഞാ അള്ളാഹനെ നിനക്ക് കൺവെട്ടിട്ട് കാണാൻ കഴിയുമെന്ന് അള്ളാന്റെ ഹബീബ് പറയുമ്പോ, സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അള്ളാഹു നമ്മുടെ കൺമുമ്പിൽ വരണ്ടേ? അതിന് നമുക്ക് ചെയ്യാനുള്ളതെന്താണ്? എല്ലാ പടച്ചവനെ ഏൽപ്പിക്കല, എല്ലാ പടച്ചവനിലേക്ക് സമർപ്പിക്കല. അങ്ങനെ അള്ളാഹനെ നമ്മൾ അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാ രണ്ടാമത് നബി തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ്, ഇബ്നു അബ്ബാസേ, ഇദാ സഅലത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നിന്റെ മുമ്പിൽ അള്ളാഹു എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാനുള്ളതൊക്കെ അങ്ങോട്ട് ചോദിച്ചോളുക. എന്തൊക്കെ സഹായം നിനക്ക് വേണോ അതെല്ലാം നീ പടച്ചവനോട് ചോദിക്കുക. അതെല്ലാം അല്ല നിനക്ക് തരുമല്ലോ, അള്ളാഹു നിനക്ക് തരുമല്ലോ. ഇന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ആരെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചാ നമ്മുടെ മനസ്സലിഞ്ഞു പോകുന്നതാണ്, കണ്ണ് നിറയുന്നതാണ്, ഹൃദയം ഒലിക്കുന്നതാ, കാലുകൾ വിറയ്ക്കുന്നതാ, ചുണ്ടു വിറയ്ക്കുന്നതാ. പെട്ടെന്ന് മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും ഒരാൾക്ക് തിന്നാനുള്ള ചോറ് വിളമ്പി നമ്മൾ കൊടുക്കുമല്ലോ. നാളെ വരുമ്പോഴും നമുക്കങ്ങനെ തന്നെ. മറ്റന്നാൾ വരുമ്പോ നമ്മൾ ചോദിക്കുന്നു, എന്താ എന്നും ഇങ്ങനെ ഇവിടെ വരുന്നത്? 4-ാം ദിവസം വരുമ്പോ പിന്നെ നമ്മൾ കൊടുക്കൂല. 5-ാം ദിവസം വരുമ്പോൾ കഥകു തുറക്കൂല. എന്റെ പ്രിയമുള്ളവരെ, 6ന്റെ ദിവസം വരുമ്പോ ആട്ടി ഓടിക്കുന്നതാ. 7-ാം ദിവസം പിന്നെ നമ്മൾ വേണമെങ്കിൽ നമ്മളെ താമസം തന്നെ മാറിപ്പോകുന്നതാ. കാരണം ഒരാളോട് എന്തെങ്കിലും ചോദിച്ചാൽ ചോദിക്കും തോറും അയാൾക്ക് ദേഷ്യം കൂടുമെങ്കിൽ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു അങ്ങനെയല്ല. അവനോട് ചോദിക്കും തോറും പടച്ചവന് സ്നേഹം കൂടുകയാ. അള്ളാഹുവേ, എനിക്കിന്നത് തരണമെന്ന് പടച്ചവനോട് പറയുമ്പോ അള്ളാഹുവിന് സ്നേഹം കൂടുകയാണ്. വീണ്ടും ചോദിക്കുന്നു, റബ്ബേ പോരെ തരുവോ? അള്ളാഹുവിന് സ്നേഹം കൂടുകയാ. ചോദിച്ച് എന്തൊക്കെ റബ്ബിനോട് ചോദിക്കാൻ കഴിയുമോ അതെല്ലാം ചോദിക്കുമ്പോ അള്ളാഹുവിനെ സ്നേഹമങ്ങ് കൂടി വരുമെന്നല്ലേ നമ്മുടെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് ഏതെങ്കിലും ഒരു കാര്യം നീ ആവശ്യപ്പെട്ടാൽ, അതല്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ട മക്കളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ട, മക്കളെ നിങ്ങളുടെ വാപ്പയോട് ഉമ്മയോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വാപ്പാക്ക് ദേഷ്യം വരും. പക്ഷേ അല്ല അങ്ങനെയല്ല. സങ്കടങ്ങളുമായി നീറുന്ന 100 പ്രശ്നങ്ങളുമായി പടച്ചവന്റെ മുമ്പിൽ ചെന്ന എന്റെ സഹോദരങ്ങളെ, അല്ലാഹു 2 കൈനീട്ടി സ്വീകരിക്കുന്നതാ. എല്ലാ സങ്കടങ്ങളും മാറ്റുന്നു. വീണ്ടും ചോദിക്കുമ്പോ റബ്ബിന് സ്നേഹം കൂടുകയാ. ആ പടച്ചവൻ നമ്മുടെ കൺമുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് പറയുന്നു, ഇബ്നു അബ്ബാസേ, ഇദാ സഅലത ഫസ്അലില്ലാഹ്. ചോദിക്കാനുള്ളത് മുഴുവനും നീ റബ്ബിനോട് ചോദിക്കുക. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഏത് സഹായം വേണമെങ്കിലും റബ്ബിനോട് ചോദിച്ചോ. ഈ കരുനാഗപ്പള്ളിക്കാരാ, അള്ളാഹു ആദരിച്ച മണ്ണല്ലേ, അള്ളാഹു ആദരിച്ച മണ്ണല്ലേ, റഈസുൽ-ഉലമയുടെ മണ്ണല്ലേ, തഴവ ഉസ്താദിന്റെ മണ്ണല്ലേ, PK യൂനുസ് കുട്ടി ഉസ്താദിന്റെ മണ്ണല്ലേ, കോട്ടക്കര ഉസ്താദിന്റെ മണ്ണല്ലേ, VK അബ്ദുള്ള ഉസ്താദിന്റെ മണ്ണല്ലേ, ഹസൻ ഇബ്നു അലി തങ്ങളെന്ന ഒരു ശൈഖും അദ്ദേഹത്തിന്റെ 10ഓളം വരുന്ന ശിഷ്യന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണല്ലേ, ഏത് വിഷയത്തിലും മുമ്പന്തിയിലുള്ള മണ്ണല്ലേ, അള്ളാഹു ആദരിച്ചു ബഹുമാനിച്ച കരുനാഗപ്പള്ളിയല്ലേ. ആ നിങ്ങളോട് ഞാൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചോദിച്ചാൽ അല്ല തരില്ലെന്ന് കരുതിപ്പോയോ? മദീനയുടെ ഏതോ ഒരു കുഗ്രാമത്തിൽ, ഏതോ ഒരു ഒഴിഞ്ഞ ഭാഗത്ത്, ഏതോ ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്ന ഒരു പെണ്ണിന്റെ സങ്കടം അല്ലാഹു കേട്ടില്ലേ? ആ കുടുംബത്തിന്റെ ഒരു വിഷമം അല്ലാഹു അറിഞ്ഞില്ലേ? അതേത് കുടുംബമാണ്? ദരിദ്ര കുടുംബമാണ്. ഏറ്റവും വലിയ ദാരിദ്ര്യ കുടുംബത്തിൽ കഴിഞ്ഞിരുന്ന ഏറ്റവും വലിയ ദരിദ്ര കുടുംബമാണ്. ആരുടെ കുടുംബമാണ്? ഔസ് ബിൻ സാമിത്തിന്റെ കുടുംബം. ഔസ് ബിൻ സാമിത്തും തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖൗല, ഈ രണ്ടുപേരും പട്ടിണിയുടെ വേവലെറിഞ്ഞവരാ, പട്ടിണിയുടെ വേദന എറിഞ്ഞവരാ. ഔസ് ബിൻ സാമിത്ത് റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ടവൾ ഖൗല റളിയല്ലാഹു തആല അൻഹു
രണ്ടുപേരും വളരെ സ്നേഹത്തോടെ കഴിഞ്ഞവരാ. ഒരു ദിവസം പ്രായാധിക്യം വന്ന വൃദ്ധനായ ഔസ് ബിൻ സാമിത്ത് വൃദ്ധയായ ഖൗലയോട് പറഞ്ഞു, ഖൗല അംദിക ലഹിരി ഉമ്മീ, നിന്റെ മുതുകന്റെ ഉമ്മാന്റെ മുതുകു പോലെയാ, നീ എനിക്ക് എന്റെ ഉമ്മാന്റെ മുതുകു പോലെയാണ്. ഇത് ഇസ്ലാമിന്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ഇന്നത്തെ ത്വലാഖ് പോലെ ഉണ്ടായിരുന്നൊരു സമ്പ്രദായമാണ് ലിഹാർ. ഇസ്ലാമിനെ പറ്റി വല്ലതും അറിയോ? ഇപ്പൊ ത്വലാഖാണ് പ്രശ്നം. എന്നാ നിങ്ങൾക്കറിയോ ലിഹാർ എന്നു പേരുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു. അന്തിക ലഹിരി ഉമ്മി എന്ന് പറയണം. നീ എന്റെ ഉമ്മാന്റെ മുതുകു പോലെയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാര്യ ഇയാൾക്ക് ഹലാലല്ല. ഇപ്പൊ ത്വലാഖ് ചൊല്ലിയാല 1 ചൊല്ലിയാൽ മടക്കിയെടുക്കാം, 2 ചൊല്ലിയാലും മടക്കിയെടുക്കാം, 3 ചൊല്ലിയാൽ മടക്കിയെടുക്കാൻ പറ്റില്ല. അവളോടൊത്ത് പിന്നെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവള് യവന്റെ ഇദ്ദയിരുന്ന് വേറൊരാളെ വിവാഹം കഴിച്ച് അയാള് ബന്ധപ്പെട്ട് അയാള് ത്വലാഖ് ചൊല്ലി അയാളുടെ ഇദ്ദ ആ പെണ്ണിരുന്ന് അതിനുശേഷം നമുക്ക് കല്യാണം കഴിക്കാം. നിസാരാണെന്ന് കരുതിയോ? ഈ ത്വലാഖ് പോലത്തെ ഏറ്റവും കഠിനമായ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമല്ലേ ത്വലാഖ്. ഇഹ്തസലഹുൽ അർശു, അർശ് പോലും കിടുങ്ങി പോകുമെന്നാണ്. അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. ചില നിർണായക ഘട്ടങ്ങളിൽ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. ഒരുമിച്ച് പോകാൻ കഴിയാത്തൊരു ഘട്ടം വന്നാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് പോകൂല എന്ന് കണ്ട പിന്നെന്താ ചെയ്യാ? വേറെ നിർവാഹം വല്ലതുണ്ടോ? ഒന്നുമില്ല. അതിന് ത്വലാഖ് ഇസ്ലാം മുന്നോട്ട് വെച്ചു. ആ ത്വലാഖ് അള്ളാഹു അനുവദിച്ചതാണെങ്കിൽ പോലും അള്ളാഹുവിന് ദേഷ്യമുള്ള കാര്യമാണ്.